നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരട്ടച്ചങ്കൻ പിണറായി ആർലേക്കറെ തൂക്കി താഴെ അടിച്ചു എന്ന് ക്യാപ്സൂൾ വാരി വിതറുകയാണ് സൈബർ ഇടത്തിൽ കമ്മികൾ. അതായത് ഉണ്ടായ നാണക്കേട് മറയ്ക്കാൻ ഒന്ന് വൈറ്റ് വാഷ് അടിക്കുന്നു. നയപ്രഖ്യാപനം ഗവർണർ വായിപ്പിച്ചു എന്നൊക്കെയാണ് കമ്മികളുടെ കൊട്ടിഘോഷിക്കൽ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പിണറായിക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞു എന്നും ഇപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുകയാണെന്നും നയം മാറ്റി പിടിക്കുകയാണ് ആർലേക്കർ എന്നും ആരിഫ് മുഹമ്മദ് ഖാന് കിട്ടിയ അടിയുടെ ക്ഷീണം എന്താണ് എന്ന് ആർലേക്കർക്ക് ബോധ്യപ്പെട്ടു എന്നൊക്കെയാണ് കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് ഏറ്റവും സൗമ്യനായി തന്നെ നയപ്രഖ്യാപനം വായിക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരുമായി വളരെ സ്നേഹബന്ധത്തിൽ മുൻപോട്ട് പോകാനുള്ള ഒരു സൂചനയാണ് ആർലേക്കർ നൽകുന്നത്. പ്രത്യേകിച്ച് നയപ്രഖ്യാപനം വായിച്ചു കഴിഞ്ഞ് സൗഹൃദപരമായിട്ടായിരുന്നു സർക്കാരിലെ പലരുമായും ആർലേക്കർ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ. അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് കമ്മികൾ ഇത്തരത്തിൽ പിണറായിയെ ഡബിൾ ചങ്കനാക്കി ചിത്രീകരിക്കുന്നത്. പിണറായി വിജയനോട് കൈ കൊടുത്തുകൊണ്ട് വലിയ സന്തോഷത്തിലൊക്കെ സംസാരിക്കുന്ന ആർലേക്കറെ കണ്ടതോടെ ഇനിയിപ്പോൾ സർക്കാരിന് ഒരാശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ആരിഫ് ഖാനെ പോലെ ഒരു യുദ്ധം വേണ്ടി വരില്ല എന്ന് ചെറിയൊരു ആശ്വാസമാണ് ഇപ്പോഴുള്ളത്. നയപ്രഖ്യാപനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പിണറായി വിജയനോട് സംസാരിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്താണ് ആർലേക്കർ മടങ്ങിയത്. ഇത് മാത്രമല്ല, അദ്ദേഹം തന്റെ കാൽമുട്ട് വേദനയെ പറ്റിയൊക്കെ പിണറായി വിജയനോട് പറയുകയും ചെയ്തിരുന്നു. മുട്ടുവേദന ഉണ്ടായിട്ടും 2 മണിക്കൂറോളം ഒറ്റ നിൽപ്പിൽ തന്നെ ഗവർണർ നിന്നുകൊണ്ടാണ് നയപ്രഖ്യാപനം പൂർത്തിയാക്കിയത്. സർക്കാർ എഴുതി നൽകിയത് അതുപോലെ തന്നെ വായിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ അടിമ കമ്മികൾ സൈബർ ഇടത്തിൽ വെച്ച് അലക്കുന്നത് സർക്കാർ എന്തൊക്കെ എഴുതി നൽകിയോ അതെല്ലാം ആർലേക്കർ വായിച്ചു എന്നാണ്. ഒരു വരി പോലും വിഴുങ്ങിയില്ല എന്ന്. ഒരു വരി പോലും വിഴുങ്ങേണ്ടി വന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിനെ കയറിയടിക്കുന്ന നയപ്രഖ്യാപനങ്ങൾ ഒന്നും ആയിരുന്നില്ല എഴുതി വെച്ചിരുന്നത്. സ്മൂത്തായി വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ഗവർണർ നൽകുന്നത് എന്ന് വ്യക്തമാകുകയാണ്. പക്ഷേ എന്നാൽ സർവകലാശാല വിഷയത്തിൽ മുട കാണിച്ചു നോക്ക്, അപ്പോൾ അറിയാം പണി കിട്ടുന്നത് ഏത് വഴിക്കൂടൊക്കെയാണെന്ന്. എന്തായാലും ആർലേക്കർ വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ പ്രകോപനത്തിന് സർക്കാർ തൽക്കാലം പോകില്ല എന്നുള്ളതും വ്യക്തമാകുകയാണ്. അപ്പോഴും രാജ്ഭവനിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സർവകലാശാല വിഷയങ്ങളിലും ഗവർണറെ പ്രകോപിപ്പിക്കുന്നതൊന്നും സർക്കാർ ഉടൻ ചെയ്യില്ല എന്നും വ്യക്തമാകുകയാണ്. ഗവർണറെ അലോസരപ്പെടുത്താതിരിക്കാൻ കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷ വിമർശനം സർക്കാർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. വയനാട് ദുരന്ത പുനരധിവാസത്തിൽ പോലും കേന്ദ്രത്തെ വിമർശിച്ച പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ബഹളം അതിനു മുൻപ് എന്തൊക്കെയായിരുന്നു, കേന്ദ്രം ഒന്നും തന്നില്ല, ചോദിച്ചിട്ട് ചതിച്ചു എന്നൊക്കെയുള്ള പൊട്ടിത്തെറികളൊക്കെ ആയിരുന്നു. പക്ഷേ ഗവർണർ നയപ്രഖ്യാപനം വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല. പരോക്ഷ വിമർശനങ്ങൾ വായിക്കുന്നതിൽ ഗവർണർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല. രാഷ്ട്രീയം ഉയർത്താതെ നയപരമായ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതായിരുന്നു ആ വിമർശനങ്ങൾ. അങ്ങനെ രാജ്ഭവനുമായി വീണ്ടും നല്ല ബന്ധത്തിലേക്ക് പിണറായി സർക്കാർ കടക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. നയപ്രഖ്യാപനത്തിലെ സ്നേഹ സംഭാഷണങ്ങൾ താൽക്കാലിക വെടിനിർത്തൽ കൂടിയാണ്. ഇത് മാത്രമല്ല, മത്സ്യപ്രിയനാണ് ആർലേക്കർ. അതുകൊണ്ട് തന്നെ മത്സ്യമേഖലയെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളിലാണ് ആർലേക്കർ സന്തോഷം പ്രകടിപ്പിച്ചതും താനും മീൻ കഴിക്കുന്ന ആളാണെന്ന് എടുത്തു പറയുകയും ഒക്കെ ചെയ്തു. അതായത് അത്രത്തോളം സൗഹൃദപരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഗവർണറുടെ സന്തോഷ പ്രകടനം ഭരണപക്ഷ അംഗങ്ങൾ കയ്യടിയോടെ സ്വീകരിക്കുകയും നയപ്രഖ്യാപനം പൂർത്തിയാക്കി പുറത്തേക്ക് പോകുന്നതിനിടെയാണ് ഇടത് കാൽമുട്ട് ചൂണ്ടിക്കാട്ടി വേദനയെപ്പറ്റി മുഖ്യമന്ത്രിയോട് ആർലേക്കർ പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ സൈബർ കമ്മികൾ അങ്ങിളകിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വാരി വിതറുകയാണ് ക്യാപ്സൂൾ. അങ്ങനെ പിണറായി വിജയൻ ആർലേക്കറെ ഒടിച്ചു മടക്കിയെന്നാണ് ഇവരുടെ ക്യാപ്സൂൾ വാരി വിതറൽ. മര്യാദയ്ക്കാണെങ്കിൽ ഞങ്ങളും മര്യാദയ്ക്ക് എന്ന് കടന്നു പോകുന്ന ചില പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ആർലേക്കറിനെ ഞങ്ങൾ അടിയറവ് പറയിച്ചു എന്നാണ് പിണറായി കൂട്ടരുടെ വാദം.
എന്നാൽ കഴിഞ്ഞ ദിവസം ഇതായിരുന്നില്ല പിണറായിക്ക് നേരെ ഉയർന്ന പരിഹാസങ്ങൾ. ഗവർണർക്ക് മുൻപിൽ പിണറായി അടിയറവ് പറഞ്ഞോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെ തല്ലുന്നതൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതിനിപ്പോൾ മറുപടിയുമായിട്ടാണ് ഞങ്ങൾ ഗവർണറെ മൂക്കുകുത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ കമ്മികൾ ഇളകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.